ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇന്ന് പറ്റിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ 5-ാം തീയതി മുതൽ ഞങ്ങൾ വീഡിയോ ഇടാറില്ല. ഈ മാസം 5-ാം തീയതി മുതൽ ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. അതിൻ്റെ സംഭവത്തിനെ കുറിച്ച് ഞാൻ ഷോർട്സ് ചെയ്തായിരുന്നു. കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേ. അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, പൊന്നുമായിട്ട് പിണങ്ങിയോന്നൊക്കെ. അപ്പോൾ അത് കൊണ്ട് ഞാൻ അതിനൊരു ചെറിയൊരു ക്ലാരിഫൈ എന്നുള്ള രീതിയിൽ ഞാൻ ആ കാര്യം പറഞ്ഞു, പൊന്നുവിൻ്റെ അമ്മയുടെ കാര്യം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. സംഭവം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുവിൻ്റെ അമ്മയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു, BP. അപ്പോൾ ആളങ്ങനെ അധികം അത് ശ്രദ്ധിക്കാതിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ 5-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ പെട്ടെന്ന് BP ഹൈ ആയിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയത് നല്ലപോലെ ബ്ലീഡിങ് ആയി. അപ്പോൾ ആദ്യം ഒന്ന് കുഴഞ്ഞു വീണപ്പോഴാണ് പൊന്നിൻ്റെ അനിയൻ കണ്ണൻ ഞങ്ങളെ വിളിച്ചത്. അപ്പോഴും ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോൾ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കണില്ല, ഈ പൊന്നിൻ്റെ അമ്മ ഇങ്ങനെ കുഴഞ്ഞു വീണിട്ട് നമ്മൾ പ്രതീക്ഷിക്കണില്ല, ഇത്ര സീരിയസ് ഇങ്ങനെ ആവുമെന്നോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണില്ല. നമ്മൾ വിചാരിച്ച് ട്രിപ്പിട്ട് ഓക്കെ ആവും, അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ നേരെ ആറ്റിങ്ങൽ വലിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ നിന്ന് നേരെ അവർ പറഞ്ഞു ചിലപ്പോൾ ഇത് സ്ട്രോക്ക് ആണെന്ന് തോന്നുന്നു, എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം, ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഇന്റേണൽ ബ്ലീഡിങ്ങോ അങ്ങനെ സ്ട്രോക്കോ എന്തെങ്കിലും ആണെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ ബ്ലീഡിങ് കൂടുതലാണ്, ചിലപ്പോഴേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ എന്നൊരു കണ്ടീഷൻ പെട്ടെന്ന് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. അങ്ങനെ എന്ത് പറയാൻ, അങ്ങനെ ശനിയാഴ്ച രാത്രി ഞങ്ങൾ അവിടെ എത്തി. ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും ഏകദേശം ആൾ വീക്കായി. ആ സമയത്തൊക്കെ ഞങ്ങൾ പോയ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എണീച്ചിരിക്കുകയും കിടക്കാൻ പറഞ്ഞാലും ഒട്ടും വയ്യ, തലവേദന എടുത്തിട്ട് ആൾ നല്ല വിളിയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് നമ്മൾ പറയുന്ന മനസ്സിലാക്കും. അതിനിടയിൽ കൂടെ നാക്കാണ് ആദ്യം പ്രശ്നമായത്. നാക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, നാക്ക് കുഴഞ്ഞു പോയപ്പോൾ പൊന്നിൻ്റെ അടുത്ത് അമ്മ ഇത്രയും വേദന ഉണ്ടെങ്കിലും പറയുന്നത് മോളെ മുടി കെട്ടിപോയി, അപ്പോഴും ശ്രദ്ധ ഇവളെയാണ്. അപ്പോൾ അത് ആ ഒരു സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി എന്താണ് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു രീതിയിലാണ് ഇപ്പം നടന്നത് ലൈഫിൽ. അങ്ങനെ ഞായറാഴ്ച ഉച്ചയായപ്പോൾ ഏകദേശം ആള് ഒന്നും ഇല്ലാത്തൊരു ലെവലായി, കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് അതേപോലെ ആയി. അപ്പോഴേ വിളിച്ചറിയില്ല, തൊട്ടറിയില്ല, കണ്ണ് തുറക്കുന്നില്ല, ഒരനക്കവും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റി, ICU വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഞങ്ങൾ അന്ന് തൊട്ട് ഞായർ തൊട്ട് ബുധനാഴ്ച വരെ അവിടെ വെയിറ്റ് ചെയ്തു. ഞായറാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഞങ്ങളവിടെ പ്രതീക്ഷയോടെ നിന്ന്. അപ്പോൾ തിങ്കളാഴ്ച ആയപ്പോൾ ഏകദേശം അവർ പറഞ്ഞു ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച വെന്റിലേറ്ററിൽ കയറ്റിയ സമയത്തൊക്കെ ഓരോന്ന് ചിലപ്പോൾ കോമയിലായി പോവാം, ചില കോമയിൽ കിടക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് സ്ട്രോക്ക് വന്നൊരു സൈഡ് തളർന്ന് കിടന്നു പോവാം എന്നൊക്കെ. അത് ഓപ്പറേഷൻ നമ്മൾ അഥവാ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ കോമയിലാവാം. എനിക്ക് നേരത്തെ അപ്പൂപ്പൻ ഇതണക്ക് വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമയിലാവാം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാനില്ല, നമ്മളെ ഓപ്പറേഷൻ ചെയ്ത് ഓക്കെ ആവും. ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പറയാണ്, പൊന്നു എൻ്റെ അമ്മയെ കണക്കായിരിക്കും ആദ്യം, കുറച്ച് കഴിയുമ്പോഴും അതങ്ങ് മാറി അങ്ങ് നേരെ ആവും, പെട്ടെന്ന് തന്നെ എല്ലാം മാറി റെഡിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് പെട്ടെന്ന് തിങ്കളാഴ്ച രാവിലെ വിളിച്ച് പൊന്നിനോട് പറഞ്ഞു, പൊന്നു ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിലോട്ട് വരുമായിരുന്നു. പൊന്നിനോട് പറഞ്ഞു ആളുടെ ബ്രെയിൻ ഡെത്താണ്, ഇനിയിപ്പം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ, ഞാൻ ഇനി ബാക്കി അവയവങ്ങൾ മാത്രമേ വർക്കിംഗ് ഉള്ളൂ എന്നുള്ള ഇത് പറഞ്ഞു. പിന്നെ നമുക്കറിയാലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇവർ കണ്ണനും പൊന്നിൻ്റെ അനിയനും പൊന്നും അവിടെ ഹോസ്പിറ്റലുള്ളൂ, വേറെ അങ്ങനെ ഞങ്ങൾ പൊന്നിൻ്റെ അച്ഛൻ, ഞാൻ, കണ്ണൻ, പൊന്നു, നമ്മൾ ഇത്രയും പേരാണ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ ഇവർ അത് മനസ്സിലാക്കി ആദ്യം പൊന്നും കണ്ണനും കൂടെ നല്ലപോലെ കരഞ്ഞ്. ഞാൻ വിചാരിച്ചു ഇവർ ഇവിടെ കിടന്ന് കരഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ഇവരെ പറഞ്ഞ് ഇതാക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്ത് പിന്നെ ഇവർ കുറേശ്ശെ ഡോക്ടറൊക്കെ പറഞ്ഞ് പാവം കണ്ണനും പൊരുത്തപ്പെട്ട് ലൈഫിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ബ്രെയിൻ ഡെത്തായിട്ടും ഒരു വെള്ളിയാഴ്ച വരെ ആളിൻ്റെ ബാക്കി അവയവങ്ങളെല്ലാം വർക്കിംഗ് കുറഞ്ഞ് പതുക്കെയാണ് വന്നത്. നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവുമെന്ന്.
ഞാൻ ശനിയാഴ്ച പോയപ്പോഴും ചിന്തിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാം. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അന്ന് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ എണീക്കാൻ പറഞ്ഞപ്പോഴും ആള് തലവേദന എടുത്തിട്ട് എണീക്കുന്നു. പക്ഷേ ഒരു നല്ലൊരു വേദന ഇങ്ങനെ തലയിൽ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ആള് മരിച്ചു പോകും എന്നുള്ളത്. അങ്ങനെ ഗൈസ് നമ്മളെ ലൈഫിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത്. നമ്മളെ ഇപ്പം പൊന്നു പ്രഗ്നൻ്റ് ആയാലും നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയാൻ അടുത്തത് പൊന്നിൻ്റെ അമ്മ മാത്രമാണ്. അപ്പം അമ്മയും ഇല്ലാതായി. അതിനെക്കുറിച്ച് എനിക്കിനി പറയാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും ഡീറ്റെയിൽ പറയണമെന്നുണ്ടായിരുന്നു. എന്താണ് കാര്യം ഉണ്ടായതെന്ന്. പ്രഷർ ശ്രദ്ധിക്കാതെ ആണെന്ന് തോന്നുന്നു. അമ്മ ടാബ്ലറ്റ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തലവേദന ഒന്ന് ബോധം കെട്ട് കുഴഞ്ഞു വീണ് വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ ആള് മരിച്ചു. ഏകദേശം ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഒരു സംഭവം. ലൈഫിൽ ചില മാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വരുമ്പോൾ തകർന്നു പോകും. എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല. പൊന്നു എന്നും പറയായിരുന്നു ചേട്ടൻ്റെ അമ്മയ്ക്കല്ലേ വയ്യാത്തത്, നമ്മൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അമ്മയുണ്ടല്ലോ, അമ്മ നോക്കുമല്ലോ, അമ്മ കൂടെ നിൽക്കുമല്ലോ, എല്ലാത്തിനും അമ്മ കാണുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമ്മളിന്ന് പോയി. ഇനി കണ്ണന് ആകെ +1 ഉള്ളൂ. അഡ്മിഷൻ്റെ കാര്യമോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞാനും പൊന്നും കൂടെ വീട്ടിൽ പോയപ്പോൾ ആള് കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും പൊന്നും കൂടെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, ആക്റ്റീവായിട്ട് കൃഷി ചെയ്യുന്നു. ആ സമയത്താണ് കൃഷി ചെയ്യുന്നു. കരയണ്ട ഗൈസ്. ആ സമയത്താണ് വൈകിട്ട് ഞാൻ എന്ത് പറയണമെന്ന് പോലും അറിയാൻ വയ്യ. പൊന്നു കരഞ്ഞപ്പോൾ എനിക്ക് നമ്മള് ഉച്ചയ്ക്ക് ആക്റ്റീവ് ആയിരുന്ന ആളാണ്. വൈകിട്ടായപ്പം പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണത്. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീട്ടിൽ കൊണ്ടുവന്നു. പാവം കണ്ണന് അവൻ ഒറ്റയ്ക്ക് കുറേ നേരം ഇങ്ങനെ ഇരിപ്പായിരുന്നു ഹോസ്പിറ്റലായിരുന്നപ്പോഴും കൂടി. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് പാടുപെട്ടു. ഞങ്ങളെ ചിന്തിക്കുന്ന ഇനി കണ്ണനെ എനിക്ക് വീട്ടിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രേ ഉള്ളൂ ഗൈസ്. അതെനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല. എൻ്റെ വീഡിയോ ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഞങ്ങളെ വീട്ടിലെ സ്വന്തം അംഗങ്ങളായി കാണുന്നവരായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഒന്നും പറയാനില്ല.